ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിഗ്രി പ്രിലിംസിന്റെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ക്ലാസ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ക്ലാസ് 2 നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഫോർ ദ റിസൾട്ട് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. അതിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് 1, ദ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്ന വേറെ PYQസും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. 2, ദ റൂൾ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എൻഡഡ് ആൻഡ് ഇന്ത്യ വാസ് ടേക്കൺ ഓവർ ബൈ ദ ബ്രിട്ടീഷ് ക്രൗൺ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്പർ 3, ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ വാസ് ക്രിയേറ്റഡ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ക്ലാസ് 2ന്റെ പാർട്ട് 1ലും പാർട്ട് 2ലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് നോക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 ആണ്. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡയറാർക്കി വർ ഇൻട്രൊഡ്യൂസ്ഡ്. ഈ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡയറാർക്കി വർ ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് 1857 റിവോൾട്ടുമായിട്ടും അല്ലെങ്കിൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ടും ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഓക്കെ, ഏത് ആക്ടുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, അപ്പൊ നമുക്ക് 2 ആക്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഒന്നിന്റെ പേര് 1919 ആക്ട്, ഒന്ന് 1909 ആക്ട്. 1919 1909 ഇങ്ങനെ 2 ആക്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ആക്ട് മാത്രമല്ല, ഈ ആക്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മറ്റു PYQs നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം ഓക്കെ ആണെങ്കിൽ ഇതെന്താണ് ആക്ച്വലി ഇതിന്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. 2025 ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1ന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിന്റെ ഒരു സെക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഹിസ്റ്ററി സെക്ഷൻ ആണ്. അപ്പൊ അതിൽ മോഡേൺ ഹിസ്റ്ററി ഉണ്ട്, മിഡീവൽ ഉണ്ട്, കേരള ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ മോഡേൺ ഹിസ്റ്ററി തന്നെ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മോഡേൺ ഹിസ്റ്ററിയിലാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിഡീവലിലേക്ക്, പിന്നെ കേരള, പിന്നെ വേൾഡ് ഹിസ്റ്ററി, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ക്ലാസ് 2 ഈ മൊത്തം സെഷൻ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഓക്കെ, അപ്പൊ 2 സെഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അവസാനത്തെ സെഷൻ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, കഴിഞ്ഞ 2 സെഷനിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നോക്കിക്കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പോ ഈ ക്ലാസിന്റെ PDF-ഉം മറ്റ് ഡീറ്റെയിൽസും ഡിഗ്രി ലെവലിലുള്ള എന്താ പറയുക PSCയുടെ മറ്റ് വീഡിയോസും പിന്നെ ടെസ്റ്റ് സീരീസും പിന്നെ എന്താ ഡോക്യുമെന്റ്സും എല്ലാം നമുക്ക് @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ഈ ചാനൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ പ്രധാനമായിട്ട് 10th +2 ലെവലുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് ചാനലിൽ കമന്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാവുന്നതാണ്? കമന്റ് ചെയ്യാവുന്നതാണ്, ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അപ്പൊ നമ്മൾ എന്താണ് ക്ലാസ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്താണെന്ന് ചെയ്യാൻ പോകുന്നത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാവുന്നതാണെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആക്ടിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് മോണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് എന്നാണെന്ന് വിളിക്കാം. അപ്പൊ മോണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി ഒരാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും, ഒരാൾ ആരായിരിക്കും? ഒരാൾ നമ്മുടെ വൈസ്രോയ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ മെമ്മറിയെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി, ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ആരാണ് വൈസ്രോയ്? ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കുക. 2 സാറുണ്ട്. ഒരു സാർ ഓൺലൈനായി നിങ്ങളെ പഠിപ്പിക്കുന്നു, ഒരു സാർ ഓഫ്ലൈനായി നിങ്ങളെ പഠിപ്പിക്കുന്നു. ഓഫ്ലൈനായി പഠിപ്പിക്കുന്ന സാറിന്റെ പേരാണ് വൈസ്രോയ്, ഓൺലൈനായി പഠിപ്പിക്കുന്ന സാറിന്റെ പേരാണ് എന്ത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ 2 പേരും സാറല്ലേ? അതെ. 2 പേരും പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അതെ. അപ്പൊ 2 പേർക്ക് ഈക്വൽ വെയിറ്റേജ് ഇല്ലേ? ഉണ്ട്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ഓഫ്ലൈനുള്ള സാറെ പോലെ ആവോ ഓൺലൈനുള്ള സാറ്? അല്ല. നിങ്ങളുടെ പുറത്ത് ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉണ്ടാവുക ആർക്കായിരിക്കും? ഓഫ്ലൈനുള്ള സാറിനായിരിക്കില്ലേ? ആ ഓഫ്ലൈനുള്ള സാറിന്റെ പേരാണ് വൈസ്രോയ്.
അപ്പോൾ വൈസ്രോയ് എവിടെ ഇരിക്കുക? ഇന്ത്യയിലായിരിക്കും ഇരിക്കുക. ഇന്ത്യയിൽ നിന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വ്യക്തി എവിടെയായിരിക്കും ഇരിക്കുക? ലണ്ടനിലായിരിക്കും ഇരിക്കുക. ലണ്ടനിൽ ഒരു മിനിസ്റ്റർ ആയിരിക്കും ആര്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടുന്ന് ഫോൺ ചെയ്യാനും ഇടയ്ക്ക് ഇങ്ങോട്ട് എപ്പോഴെങ്കിലും വരാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ മെയിൻ ഉള്ളത് ആരാ? വൈസ്രോയ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, രണ്ടുപേരും ഒരേ പൊസിഷനാണ്. പക്ഷെ കുറച്ചുകൂടി പവർഫുൾ ഇന്ത്യയിൽ ആരാണ്? വൈസ്രോയ് ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? വൈസ്രോയ് ആയിരിക്കും. ഈ കാര്യം ഓക്കെ അല്ലേ? ഈ കാര്യം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്താ പറയാ, ആരാണ് മോണ്ടേഗു, ആരാണ് ചെംസ്ഫോർഡ് നോക്കാം. അപ്പൊ എഡ്വിൻ മോണ്ടേഗു ആരാണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പൊ എന്റെ കൂടെ പറഞ്ഞേ, ഈ മോണ്ടേഗു എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യയിലാണോ ഇരിക്കുക അതോ ലണ്ടനിലാണോ ഇരിക്കുക? ലണ്ടനിലായിരിക്കും ഇരിക്കുക. മോണ്ടേഗു എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പ്രൈം മിനിസ്റ്റർ ഉണ്ടെങ്കിൽ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഉണ്ടെങ്കിൽ, അവരുടെ കീഴിൽ മന്ത്രിമാരുണ്ടെങ്കിൽ അതിലൊരു മന്ത്രി ആയിരിക്കുമോ? അതെ. ഓക്കെ. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു മന്ത്രിയാണ് ആര്? എഡ്വിൻ മോണ്ടേഗു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു പദവി കൂടി കൊടുത്തിട്ടുണ്ട്. പദവിയുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ലോർഡ് ചെംസ്ഫോർഡ് ആരാ? ഇന്ത്യയിലെ വൈസ്രോയ് ആണ്. ഇദ്ദേഹം എവിടെ ഇരിക്കുക? ഇന്ത്യയിലാണ് ഇരിക്കുക. ഇവർ രണ്ടുപേരും ഒരേ പവറുള്ള ആളാണോ? അതെ. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു റിഫോം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ റിഫോമിന്റെ പേരാണ് എന്ത്? മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ആ റിഫോംസിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ആക്ടിന്റെ പേരാണ് എന്ത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ഇത്രയും കാര്യമൊക്കെ ആണല്ലോ? അതെ. എന്തുകൊണ്ടാണ് 1919 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയണമെങ്കിൽ ആ വാക്കിന്റെ പേരാണ് വേൾഡ് വാർ 1. ഓക്കെ. അപ്പൊ 1914 മുതൽ 1914 മുതൽ 1919 വരെ എന്തുണ്ടായിരുന്നത്? വേൾഡ് വാർ ഉണ്ടായിരുന്നത്. ഓക്കെ. ഈ വേൾഡ് വാർ സമയത്ത് ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരെ കൈ അയച്ച് സഹായിച്ച്. ഓക്കെ. എന്താ വെച്ചാ കൊടുക്കുക, ഏതാ വെച്ചാ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? കൈ അയച്ച് സഹായിച്ചു. എല്ലാം സഹായിച്ചു. ഓക്കെ. സഹായം എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവരെന്ത് ചെയ്ത്? കൈ മലർത്തി. എല്ലാ കാര്യവും നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആക്ച്വലി ഇനി നീ നിന്റെ പാട്ടിന് വെക്കുമെന്ന് പറഞ്ഞാൽ കൈ മലർത്തി. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയാവോ? ഈ പറയുന്നത് തെറ്റല്ലേ? അതെ. അങ്ങനെ തെറ്റായി നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? അവർക്കത് കൂടുതൽ പ്രതികരിച്ചു. അപ്പൊ പ്രതികരിച്ചപ്പോ എന്തെങ്കിലും ഒരു സംഭവം തരണ്ടേ? അതിന് തന്ന സംഭവത്തിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആക്ട് ഉണ്ടായത്? വളരെ സിമ്പിൾ ആണ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ കൈ അയച്ച് സഹായിച്ചു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ സഹായത്തിന് തിരിച്ചൊന്നും കിട്ടിയില്ല. തിരിച്ചു കിട്ടിയതിന്റെ പേരാണ് ജാലിയൻ വാലാബാഗ്. ഓക്കെ. അപ്പൊ ആകെ പ്രശ്നമായി. ഇന്ത്യക്കാർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ആ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് മോണ്ടേഗുവും ചെംസ്ഫോർഡും കൂടി ലണ്ടനിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ആക്ച്വലി ഒരു റൂമിൽ ഇരുന്ന് ആലോചിച്ചു എന്താണ് ഇപ്പൊ ചെയ്യുക. ഓക്കെ. ഇവരെന്ത് ചെയ്യണം? തൽക്കാലത്തേക്ക് ഒന്ന് ശാന്തരാക്കണം. ആരാധകരെ എന്താണ്? ശാന്തരാകുവിൻ എന്ന് പറയണം. അങ്ങനെ പറയണമെങ്കിൽ എന്താ ചെയ്യുക? നമുക്കൊരു ആക്ട് ഉണ്ടാക്കാം. ആക്ടിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 ഉണ്ടാവാനുള്ള കാരണമായിട്ട് മാറുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ PYQ, ദ മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ആക്ട് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഓക്കെ അല്ലേ? ദ മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്തിന്റെ ബേസിൽ ഉണ്ടായതാണ്? അല്ലെങ്കിൽ എന്താ അതിന്റെ ബേസിൽ ഉണ്ടായ ആക്ടിന്റെ പേരെന്താണ് ആക്ച്വലി? ഓക്കെ. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 ആണ് മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, മോണ്ടേഗു ചെംസ്ഫോർഡ് അപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് മുമ്പ് വന്നായിരിക്കും. മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് വന്നത് 1918-ലും 1918-ലും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നത് 1919-ലുമാണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ആദ്യം മോണ്ടേഗുവും ചെംസ്ഫോർഡും കൂടെ എന്ത് ചെയ്തു? റൂമിൽ അടച്ചിരുന്നിട്ട് കാര്യങ്ങൾ ആലോചിച്ചു. ആ ആലോചിച്ച് വരുന്ന കാര്യങ്ങൾ 1918 എന്ത് ചെയ്തു? ആക്ച്വലി ഡിസ്കഷൻ ടോപ്പിക് പുറത്തു വന്നു. ആ ഡിസ്കഷൻ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആക്ട് ഉണ്ടാക്കി. ആക്ടിന്റെ പേരാണ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നൽകാൻ വേണ്ടി പോകുന്നത്? ആ നൽകാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട സംഭവത്തിന്റെ പേരാണ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. അപ്പൊ എന്താണ് ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ ആണ് കേരളത്തിന്റെ കാര്യം. അപ്പൊ നമുക്ക് മധ്യകാല കേരളം എടുക്കാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ആധുനിക കേരളം എടുക്കാം. അപ്പൊ ആ സമയത്ത് കേരളത്തില് 3 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായി. എന്താ പറയാ, കേരളത്തെ 3ആയി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നിന്റെ പേര് തിരുവിതാംകൂർ, ഒന്നിന്റെ പേര് കൊച്ചി, ഒന്നിന്റെ പേര് എന്താണ് ആക്ച്വലി? ഓക്കെ അല്ല, മലബാർ. നമ്മൾ തിരുവിതാംകൂർ രാജവംശം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാജവംശവും രാജാക്കന്മാരെയും പഠിക്കുന്നുണ്ട്. കൊച്ചി രാജവംശം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാജാക്കന്മാരെയും രാജാവിനെയും പഠിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മലബാർ രാജവംശം രാജാക്കന്മാർ പഠിക്കുന്നുണ്ട്? ഇല്ല. അപ്പൊ മലബാറിന്റെ പേരാണ് പ്രവിശ്യ അല്ലെങ്കിൽ പ്രൊവിയൻസ്. ഈ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നു. ഓക്കെ. നാട്ടുരാജാക്കന്മാരുള്ള സ്ഥലത്തിന്റെ പേരാണ് നാട്ടുരാജ്യം. അവിടെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കില്ല. അവിടെ ബ്രിട്ടീഷുകാർ ഒരു റെസിഡന്റിനെ വെച്ചിട്ടുണ്ടാവും. ആ റെസിഡന്റിനെ കൊണ്ടാണ് എന്ത് ചെയ്യുക? കാര്യങ്ങൾ ഭരിക്കാൻ വേണ്ടി തീരുമാനിക്കുക.
അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ പേരാണ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എവിടെ ഉണ്ടാക്കും? പ്രൊവിൻസിൽ ഉണ്ടാക്കും. പ്രൊവിൻസ് എന്ന് വെച്ചാൽ എന്താ? പ്രവിശ്യയാണ്. ഒരുപാട് പ്രവിശ്യയുണ്ട്. പ്രധാനമായും നിങ്ങൾ നോക്കേണ്ടത് 3 പ്രവിശ്യയാണ്. പ്രവിശ്യ നമ്പർ 1 ബംഗാൾ, പ്രവിശ്യ നമ്പർ 2 ബോംബെ, പ്രവിശ്യ നമ്പർ 3 എന്താണ് ആക്ച്വലി അല്ലെ മദ്രാസ്. ഇങ്ങനെ 3 പ്രവിശ്യകളാണ് നിങ്ങൾ നോക്കേണ്ട കാര്യമുള്ളത്. അപ്പൊ ഈ പ്രവിശ്യകളിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ആ സിസ്റ്റത്തിന്റെ പേരാണ് ഡൈറാർക്കി. ഓക്കെ, ഡൈറാർക്കി എന്ന് വെച്ചാൽ എന്താ? 2 രീതിയിലുള്ള സഭ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ പാർലമെന്റോട് നമ്മൾ പോവുകയാണ്. 2025 അപ്പൊ നമ്മൾ പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ പാർലമെന്റ് നമുക്ക് എത്ര സഭയുണ്ട്? 2 സഭയുണ്ട്. ഒരു സഭയുടെ പേര് ലോകസഭ, ഒരു സഭയുടെ പേര് രാജ്യസഭ. കറക്റ്റ് അല്ലേ? അതേപോലെ നമുക്ക് 1919 ആക്ട് പ്രകാരമാണെങ്കിൽ പ്രവിശ്യകളിൽ നമുക്ക് എന്ത് കിട്ടും? ഡൈറാർക്കി കിട്ടും. അപ്പൊ ഡൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? 2 രീതിയിലുള്ള സഭയുണ്ടാവും. ഏതൊക്കെയാണ് ഈ 2 രീതിയിലുള്ള സഭ? നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കൊരു അവിടെ വേറൊരു വാക്കുണ്ട്. വാക്കിന്റെ പേരാണ് ഓട്ടോണമി. ഓട്ടോണമി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അവർക്ക് കൂടുതൽ സ്വയംഭരണം എന്ത് ചെയ്യുന്നതായിരിക്കും? കിട്ടുന്നതായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ള 2 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഒന്നിന്റെ പേര് എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഒന്നിന്റെ പേര് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് നമുക്ക് നോക്കാം. വൈസ്രോയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു 14 പേരുണ്ട് വൈസ്രോയുടെ ഗ്രൂപ്പിൽ. അവരെ വിളിക്കുന്ന പേരാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഓക്കെ, ഈ പ്രവിശ്യകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൗൺസിലിന്റെ പേരാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രധാനമായി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് 1858 ആക്ട് പ്രകാരമാണ്. സാർ, ഈ കഥയൊക്കെ എന്തിനാ പറഞ്ഞത്? ആക്ച്വലി ഞാൻ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുന്നു. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒരുപാട് പേരുണ്ട്, എക്സിക്യൂട്ടീവ് കൗൺസിൽ ഒരു 14 പേരേ ഉള്ളൂ. അപ്പൊ എന്റെ ചോദ്യം, ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ, കൂടുതൽ പാർട്ടിസിപ്പേഷൻ കിട്ടണമെങ്കിൽ അവർ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലാണോ ആദ്യം പോകേണ്ടത്, അതോ ഈ 14 പേരുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലാണോ ആദ്യം പോകേണ്ടത്? ഓക്കെ, ബ്രിട്ടീഷുകാർ എന്തായാലും ഈ 14 പേരുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഇന്ത്യക്കാരെ കയറ്റാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ അവർക്ക് അവരെ കയറാനുള്ള സ്ഥലം അല്ലെങ്കിൽ കോൺഗ്രസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ കോൺഗ്രസിലുള്ള ആളുകൾക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട് കയറാനുള്ള സ്ഥലം എവിടെയായിരിക്കും? പ്രവിശ്യയിലായിരിക്കും. അപ്പൊ ഈ പ്രവിശ്യയിലുള്ള ആളുകളിൽ കുറെ പേര് ആരാണ്? ഇപ്പോൾ ഇന്ത്യക്കാരാണ്. ബ്രിട്ടീഷുകാരുണ്ട് കേട്ടോ, ബ്രിട്ടീഷുകാരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കൂടുതൽ ആളുകൾ ആരുള്ളത്? ഇന്ത്യക്കാരാണ്. അത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ ഇന്ത്യക്കാർക്ക് കൂടുതലുള്ള ബ്രിട്ടീഷുകാരാണ്. പക്ഷെ ഇന്ത്യക്കാർ കുറെ പേരെന്നുണ്ട് അവിടെ ഉണ്ട്. കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്ത്യക്കാർക്ക് നമുക്ക് കുറച്ചുകൂടി ഭരിക്കാനുള്ള ഒരു സൗകര്യം വേണ്ടേ? അവർക്ക് കുറെ കൂടി അധികാരം വേണ്ടേ? ഓക്കെ, എന്നാലല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ബ്രിട്ടീഷുകാരെക്കാളും കൂടുതൽ ഇന്ത്യക്കാരാക്കി പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യത്തിലോട്ട് നീങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുക? ഓക്കെ, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നേരെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് പോയി വൈസ്രോയിനെ എന്ത് ചെയ്തു? മാറ്റി. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ആയിട്ട് പോകുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ഇത്രയും നേരത്തെ ഒരു 5 മിനിറ്റ് ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഈ കഥ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഉണ്ട്. എവിടെയാണ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഉള്ളത്? പ്രവിശ്യകളിൽ. എന്താ പ്രവിശ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പ്രവിശ്യ. നമ്പർ 1. ഓക്കെ അല്ലേ? നമ്പർ 2, ആ പ്രവിശ്യകളിൽ പ്രൊവിൻഷ്യൽ കൗൺസിലിൽ ഇന്ത്യക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി എന്താണ്? ആക്ച്വലി കുറെ കൂടി കൂടുതലാണ്. എങ്ങനെ? ആരെ കമ്പയർ ചെയ്യുമ്പോൾ? എക്സിക്യൂട്ടീവ് കൗൺസിലിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആർക്കുള്ളതാ? നമ്മുടെ വൈസ്രോയ്ക്കുള്ളതാണ്. കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ അതിൽ ഇന്ത്യക്കാരുടെ എണ്ണം എന്തായിരിക്കും? ഇല്ല. അപ്പൊ ഇന്ത്യക്കാർക്ക് കൂടുതൽ എന്ത് കിട്ടണം? ഓട്ടോണമി കിട്ടണം. അതിനു വേണ്ടിയിട്ടും ഈ ഓട്ടോണമി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെ 2ആയി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ആ 2 ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സഭ ഉണ്ടാവും. അതിന് കൊണ്ടുവന്നിട്ടുള്ള ആക്ടിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെയാണ്. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ട് ആക്ച്വലി? ഓക്കെ അല്ലെ? ഡൈറാർക്കി പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ലെവൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. എങ്ങനെയാണ് കൊണ്ടുവന്നത്? അവിടെ ബ്രിട്ടീഷുകാരുണ്ട്, ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. പ്രൊവിൻഷ്യൽ ഗവൺമെന്റിൽ ആരുണ്ട്? ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്ത്യൻ മിനിസ്റ്റേഴ്സിനും ബ്രിട്ടീഷുകാരായ ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം പവർ. ബ്രിട്ടീഷുകാർ എന്തൊക്കെയാ ചെയ്യുക, ഇന്ത്യക്കാർ എന്തൊക്കെയാ ചെയ്യുക, അതിനു വേണ്ടി കൊണ്ടുവന്ന സംഭവത്തിന്റെ പേരാണ് ഡൈറാർക്കി, ഇരട്ട ഗവൺമെന്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് സബ്ജക്റ്റിനെ 2ആയി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നിന്റെ പേര് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്, ഒന്നിന്റെ പേര് റിസർവ്ഡ് സബ്ജക്ട്. എന്താണ് ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്ട് എന്ന് നോക്കാം.
എഡ്യൂക്കേഷൻ, ഓക്കെ, വിദ്യാഭ്യാസം, പബ്ലിക് ഹെൽത്ത്, ആരോഗ്യം, അഗ്രികൾച്ചർ, ഓക്കെ, കൃഷി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ജനങ്ങളുടെ ഡെയിലി ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താ പറയാ ഇന്ത്യക്കാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതെന്ത് പറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്. പേര് നമുക്ക് ആദ്യം നോക്കാം. പേരിൽ എന്തുണ്ട്, ട്രാൻസ്ഫേർഡ് സബ്ജക്ട് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെന്നോ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. നിങ്ങളൊരു ജോലി കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അതല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ട്രാൻസ്ഫേർഡ് സബ്ജക്ട് പറഞ്ഞാൽ ഏതോ ഒരു സ്ഥലത്തു നിന്ന് ഏതോ ഒരു സ്ഥലത്തിലോട്ട് മാറ്റണം. കറക്റ്റ് അല്ലേ? അപ്പൊ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് കുറച്ച് പവേഴ്സ് ആർക്ക് കൊടുക്കുന്നു, ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നു. അപ്പൊ പോയിന്റ് നമ്പർ 1 ഏതൊക്കെ പവേഴ്സാ കൊടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊക്കെ പറയും? 1 എഡ്യൂക്കേഷൻ, 2 പബ്ലിക് ഹെൽത്ത്, 3 അഗ്രികൾച്ചർ, 4 ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഇങ്ങനെ 4 കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതായിരിക്കും. ഈ 4 കാര്യങ്ങളുടെ പ്രത്യേകത എന്താ? ഇത് ജനങ്ങളുടെ ഡെയിലി ലൈഫിന് എന്താണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഡെയിലി ഒരു ഡെയിലി ലൈഫിലുള്ള പ്രശ്നമല്ല ആരോഗ്യം. എഡ്യൂക്കേഷൻ, ഭക്ഷണം കഴിക്കണ്ടേ, അഗ്രികൾച്ചർ, ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഒരു പഞ്ചായത്തല്ലേ വീട്ടിലേക്ക് വെള്ളം വരുന്ന അല്ല എന്താണ് ആക്ച്വലി കറണ്ട് വരുന്നതൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം ആര് നോക്കും? നമ്മുടെ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് നോക്കും. ഇനി രണ്ടാമത്തെ പേരാണ് റിസർവ്ഡ് സബ്ജക്ട്. അപ്പൊ പേര് തന്നെ ഉണ്ട് റിസർവേഷൻ അല്ലെങ്കിൽ റിസർവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, എടുത്തു വെച്ചിരിക്കുന്നു, മാറ്റി വെച്ചിരിക്കുന്നു. അതിൽ വേറെ ആർക്കെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ജോലി ഉണ്ട്, ജോലിയിൽ SC STക്ക് ഇത്ര റിസർവേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് ഇത്ര 33% റിസർവേഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ റിസർവേഷൻ അല്ലെങ്കിൽ റിസർവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? പിന്നെ ആ സീറ്റിൽ പോയിട്ട് എന്താ പറയാ പുരുഷന്മാർക്കോ നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ആർക്കുള്ളതാ? സ്ത്രീകൾക്ക് മാത്രമുള്ളതാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഈ റിസർവ്ഡ് സബ്ജക്ട് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? ആക്ച്വലി ബ്രിട്ടീഷുകാർക്കുള്ളതാ. എന്തൊക്കെയാണ്? 1 ഫിനാൻസ്, ധനകാര്യം. രണ്ടാമത്തെ ലോ എൻഫോഴ്സ്മെന്റ്, ആഭ്യന്തരം, അതായത് ആരടിക്കണം, എവിടെ അടിക്കണം, ആരെ പിടിച്ചുകൊണ്ട് വരണം, ആരെ ജയിലിൽ അടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ലാൻഡ് റവന്യൂ, പൈസ പിരിക്കുന്നത്, ഇതൊക്കെ ആരുടെ കയ്യിലായിരിക്കും? ബ്രിട്ടീഷുകാരുടെ ഗവർണേഴ്സിന്റെ കയ്യിലായിരിക്കും. ഓക്കെ, ഗവർണറുടെ കയ്യിൽ ഒരു പവർ ഉണ്ട്. പവറുടെ പേരാണ് വീറ്റോ പവർ. വീറ്റോ എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി? ഫോർ എക്സാമ്പിൾ എല്ലാ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സും കൂടി പറഞ്ഞു എന്താണ് ആക്ച്വലി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു 100 കോടി രൂപ മാറ്റി വെക്കണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഗവർണർ എന്ത് പറഞ്ഞ്, നടക്കൂല മോനെ, നടക്കൂല എന്ന് പറഞ്ഞ് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ആ പവറിന്റെ പേരാണ് വീറ്റോ പവർ. സിമ്പിളായി പറയുകയാണെങ്കിൽ എല്ലാവരും ഓക്കെ പറഞ്ഞൊരു കാര്യത്തെ ഒരാള് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ പേരാണ് വീറ്റോ പവർ. ഇപ്പൊ ഇന്ത്യയില്, അതായത് 2025 ഇന്ത്യയില് ഈ വീറ്റോ പവർ ഉള്ള വ്യക്തിയുടെ പേരാണ് പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ 2 സഭയുണ്ട് പാർലമെന്റിൽ, അവരെല്ലാവരും കൂടി ഓക്കെ പറഞ്ഞാലും പ്രസിഡന്റ് എന്ന് പറയും നോട്ട് ഓക്കെ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതിന്റെ പേരാണെന്ത്? വീറ്റോ പവർ. ഈ വീറ്റോ പവർ ആരുടെ കയ്യിലുണ്ട്? ബ്രിട്ടീഷ് ഗവർണേഴ്സിന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ പൈസ, ലോ എൻഫോഴ്സ്മെന്റ്, ലാൻഡ് റവന്യൂ, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? പ്രധാനപ്പെട്ട കാര്യമൊന്നും കൊടുത്തിട്ടില്ല. അത് ആരുടെ കയ്യിൽ തന്നെയാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. ഓക്കെ, ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ വീറ്റോ ഡിസിഷനും ഉണ്ട്. ആർക്ക്? ഗവർണേഴ്സിന്. അപ്പൊ ഇന്ത്യക്കാർ കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫൈനൽ ഡിസിഷൻ ആരെടുക്കാൻ പോണത്? ബ്രിട്ടീഷുകാരനെ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹാപ്പി ആയാ? ഇല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഹാപ്പി ആയാ? ഇല്ല. ഓക്കെ, അപ്പൊ അവർ ഇതിനെ പ്രതികരിക്കില്ലേ? പ്രതികരിക്കും. കാര്യം മനസ്സിലായല്ലേ? അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞാൽ ആക്ച്വലി പുതിയ രീതിയിലുള്ള സമരമുറകൾ നമുക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അപ്പൊ പുതിയ രീതിയിലുള്ള സമരമുറകൾ എന്ത് ചെയ്യും? കൊണ്ടുവരും. ഓക്കെ, ആരെ കൊണ്ടുവരാൻ പോകുന്നത്? ഗാന്ധിജി ആയിരിക്കും കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യും? പ്രസ്ഥാനങ്ങൾ അദ്ദേഹം കൊണ്ടുവരും. എന്തുകൊണ്ടാണ് ആക്ച്വലി? തരാന്ന് പറഞ്ഞു എന്നാൽ എന്ത് ചെയ്യുന്നില്ല. തന്നോന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷനും പബ്ലിക് ഹെൽത്തും അഗ്രികൾച്ചറും ലോക്കൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? തന്നു എന്ന് പറഞ്ഞ്. പക്ഷെ കിട്ടിയാ ചോദിച്ചാ കിട്ടി, കിട്ടിയില്ലേ ചോദിച്ചാ കിട്ടിയില്ല. അതെന്താ? എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ വീറ്റോ പവർ ആരുടെ കയ്യിലുണ്ട്? ഗവർണറുടെ കയ്യിലുണ്ട്. ഇതിപ്പോ തരൂൻ കിട്ടുകയും ചെയ്തു എന്നാ കിട്ടിയതിന് കാര്യമില്ല. ആ സെറ്റപ്പാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഈ രണ്ടാമത്തെ പവറാണ് അവർ പറഞ്ഞിരിക്കുന്ന പവറാണ് ഇഷ്യൂ ഓർഡിനൻസസ്. അപ്പൊ നമുക്ക് ഓർഡിനൻസ് എന്താന്നുള്ള വാക്കിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? ഇതൊരു ആക്ട് ആയതുകൊണ്ട് ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷനും ഇതൊക്കെ എന്തായിരിക്കും? ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനും കൂടി റിവിഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓർഡിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബില്ല് പാസ്സാക്കണം എന്ന് വിചാരിക്കും, ഒരു നിയമം ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. ഓക്കെ, നമുക്ക് 2025 കാര്യം എടുക്കാം. ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കണം, പിന്നെ രാജ്യസഭയിൽ അവതരിപ്പിക്കണം,
രണ്ട് സഭയും പാസ്സാക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രസിഡന്റിന് അയച്ചു കൊടുക്കണം. പ്രസിഡന്റ് എന്ത് ചെയ്യണം, അത് ഒപ്പിടണം. അതിന് നമ്മൾ ഗസറ്റി പബ്ലിഷ് ചെയ്യണം. ഗസറ്റി പബ്ലിഷ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി അറിയാൻ വേണ്ടി പബ്ലിഷ് ചെയ്യാം. അങ്ങനെ പബ്ലിഷ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നിലവിൽ വരുത്തണം. ഇത്രയും പണിയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പണി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ ഇനി നമുക്ക് പ്രൊവിയൻസിൽ പോയി നോക്കാം. അപ്പൊ ഇന്ത്യക്കാർ ഒരു എന്തോ നിയമം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. എന്താ കൊണ്ടുവരാൻ തീരുമാനിച്ചത്? എഡ്യൂക്കേഷണൽ നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു. രണ്ട് സഭയിലെ ഡയറാർക്കിയാണ്. അപ്പൊ രണ്ട് സഭയിലെ ഉണ്ട്. ഓക്കെ, രണ്ട് സഭയിലും പാസ് ചെയ്യണം. എന്നിട്ട് ആർക്ക് അയച്ചു കൊടുക്കണം? ഗവർണർക്ക് അയച്ചു കൊടുക്കണം. ഗവർണർ എന്ത് ചെയ്യണം? ഒപ്പിടണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ സമയം എടുക്കില്ലേ? ഉണ്ട്. ഓക്കെ, അതിന് പകരം ഗവർണർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒറ്റയ്ക്ക് ഓർഡിനൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നേരിട്ട് നിയമം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഗവർണർക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള പോലെ നിയമം ഉണ്ടാക്കാം, ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം? വീറ്റോയും ചെയ്യാം. അപ്പൊ ഓർഡിനൻസ് പറഞ്ഞാൽ എന്താണ്? എന്താ അർത്ഥം എന്നാണ്? ഈ നോർമൽ പ്രോസസ് ഫോളോ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നിയമം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ പേരാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗവർണറുടെ കയ്യിൽ എന്തൊക്കെ പവർ ഉണ്ട് മക്കളെ? ഒന്നാമത്തെ പവർ വീറ്റോ പവർ. രണ്ടാമത്തെ പവർ എന്താണ്? ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള പവർ. നിങ്ങൾ തന്നെ പറ. ഓക്കെ, ഈ ആക്ടിൽ നിങ്ങൾ സംതൃപ്തരാണോ? അല്ല. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സംതൃപ്തരായിരിക്കുമോ? അല്ല. അവരിതിനെതിരെ പ്രതികരിക്കില്ലേ? പ്രതികരിക്കും. സ്വാതന്ത്ര്യ സമരം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഗാന്ധിജി ഇറങ്ങില്ലേ? ഇറങ്ങും. അപ്പൊ മൊത്തം ഹിസ്റ്ററിയുടെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് ഉണ്ട്, റിസർവ് സബ്ജക്റ്റ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഓക്കെ, അപ്പൊ രണ്ടുപേരുണ്ട്. ഒരാളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ഒരാളുടെ പേരാണ് ഗവർണർ ജനറൽ, അല്ലെങ്കിൽ അതിനെ വൈസ്രോയ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഈ ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയ്ക്കും ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി റിസർവ്ഡ് സബ്ജക്റ്റിൽ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കാര്യങ്ങൾ നോക്കാവുന്നതാണ്. പക്ഷെ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഗവർണർ ജനറലും അല്ലെങ്കിൽ വൈസ്രോയും ഇന്ത്യയുടെ ഫുള്ള് കൺട്രോൾ ആണെന്നോ ഞാൻ ഇത്ര നേരമായിട്ട് പഠിച്ചു വന്നിരിക്കുന്നത്? അതെ. ഇവിടെ ഇരിക്കുന്ന ഗവർണർ എവിടെയുള്ളവരാ? പ്രവിശ്യയിലുള്ളവരാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്താലോ? പ്രധാനമന്ത്രി എവിടെ ഇരിക്കുക? പ്രസിഡന്റ് എവിടെ ഇരിക്കുക? ഓക്കെ, എവിടെ ഇരിക്കുക? ഡൽഹിയിൽ. ഓക്കെ, മുഖ്യമന്ത്രി എവിടെ ഇരിക്കുക? സംസ്ഥാനത്ത്. ഗവർണർ എവിടെ ഇരിക്കുക? സംസ്ഥാനത്ത്. സെയിം ലോജിക്. ഓക്കെ, ഇനി ആ ലോജിക് വെച്ചിട്ട് എന്റെ കൂടെ നന്നായിട്ടൊന്ന് വന്നേ. അപ്പൊ ഇന്ത്യ, ഞാൻ 1919 ഇന്ത്യയെ കുറിച്ച് പറയാൻ വേണ്ടി പോവാണ്. ഇന്ത്യയിൽ ഒരു വൈസ്രോയ് ഉണ്ട്, അല്ലെങ്കിൽ ഗവർണർ ജനറൽ, ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അവരെവിടെ ഇരിക്കാൻ പോണത്? ഡൽഹിയിൽ. ഓക്കെ, അവർക്ക് അവരുടേതായ പണികളുണ്ട്. അവരുടെ താഴെ എന്തുണ്ട്? പ്രൊവിയൻസ് ഉണ്ട്, അതായത് സംസ്ഥാനം പോലുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് ആരുണ്ട് മക്കളെ? ഗവർണർ ഉണ്ട്. ആ ഗവർണർക്ക് വീറ്റോ അധികാരമുണ്ട്. എന്ത് ചെയ്യാം? ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? അപ്പൊ ആ ഗവർണർക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇടപെടാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ആ ഇടപെടാൻ വേണ്ടി പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് ആർക്കുള്ളതാ? ഇന്ത്യൻ റെപ്രസെന്റേറ്റീവിനുള്ളതാണ്. അതിൽ ഇടപെടാൻ വേണ്ടി പറ്റും. പക്ഷെ മുകളിലിരിക്കുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ഗവർണർ ജനറലിനോ എവിടെ മാത്രമേ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ? റിസർവ്ഡ് സബ്ജക്റ്റിൽ മാത്രമേ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്താ ഈ റിസർവ് സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് ബ്രിട്ടീഷ് ഗവർണേഴ്സ്, ബ്രിട്ടീഷുകാർക്ക് മാത്രമുള്ള സബ്ജക്റ്റ് ആണ്. അവർക്ക് ഏതിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എല്ലാ കാര്യവും എന്താ പറയാ, കൺസെപ്റ്റ് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. കാണാപ്പാഠം പഠിക്കല്ലേ. ഓക്കെ, കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി പഠിക്കണേ. ഓക്കെ, ഓരോ കാര്യവും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? അതെ. അപ്പൊ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിൽ പ്രകാരം ലെജിസ്ലേച്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ലെജിസ്ലേച്ചർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? നിയമനിർമ്മാണ സഭ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം ഈ പ്രൊവിൻസിൽ ഓൾറെഡി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിനെ എല്ലാം റെഡിയാക്കിയ ആക്ട് ഏതാ? 1858 എന്താണ്? ആക്ച്വലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ, ഈ ആക്ട് പ്രകാരം ഉണ്ടായിട്ട് 58, ഇപ്പൊ 1919 ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 50 വർഷത്തിന് മുകളിലായില്ലേ? ആയി. അപ്പൊ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ കുറെ കൂടിയൊക്കെ ബെറ്റർ ആയിട്ടുണ്ടാവുമല്ലോ? ഉണ്ട്. ഓക്കെ, അതില് 70% ആളുകളും എന്തായിരിക്കണം? ഇലക്ടഡ് ആയിരിക്കണം. ഓ, ഫാന്റാസ്റ്റിക്. ഓക്കെ, അപ്പൊ പ്രൊവിൻസിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. ആ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 70% മെമ്പേഴ്സ് എന്തായിരിക്കണം? ഈ എന്താ പറയാ, ഇലക്ടഡ് ആയിരിക്കണം. ഓക്കെ, ഈ ഡയറാർക്കിയൽ സിസ്റ്റം ഇന്ത്യൻ കൺട്രോളിനെ എന്ത് ചെയ്തു? ആക്ച്വലി
അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, സാർ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണോ സാർ പറയുന്നത്? നോക്ക് ഇവിടെ. ഓക്കെ, സാറാണ് നോക്ക്, എഡ്യൂക്കേഷൻ ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്. എത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, സമ്മതിച്ചു. പക്ഷെ പൈസ ഇല്ലാതെ എങ്ങനെ ചെയ്യാ? ഓക്കെ, ടാക്സ് പിരിക്കാൻ കഴിവില്ലാതെ എങ്ങനെയാ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? അതിലൊന്നും ഇടപെടാനും പറ്റൂല, ഇതിലെന്ത് ചെയ്യാൻ പറ്റും? ഇടപെടാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതെ, അപ്പൊ ചെറിയതായിട്ടുള്ള ലെസ്, അതായത് കുറച്ച് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തുള്ള സബ്ജക്റ്റിൽ ആർക്ക് പവർ കൊടുത്ത്? ഇന്ത്യക്കാർക്ക് പവർ കൊടുത്തു. ആ ലെസ് ക്രിട്ടിക്കൽ ഏരിയാസിനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്ത് വിളിക്കും? ട്രാൻസ്ഫേർഡ് സബ്ജക്ട് എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, പക്ഷെ എസെൻഷ്യൽ സെക്ടേഴ്സ് നമ്മൾ വിളിക്കുന്ന എസെൻഷ്യൽ സെക്ടർ ആർക്ക് കിട്ടിയത്? ബ്രിട്ടീഷുകാർക്കാണ് കിട്ടിയത്. ഇത് നമ്മുടെ ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറുകയാണ്. ഓക്കെ അല്ലേ? ഈ 8 പ്രൊവിൻസിലാണ് ഈ ഡയറാർക്കി അല്ലെങ്കിൽ ഇരട്ട ഗവൺമെന്റ് സിസ്റ്റം നമ്മൾ എന്തിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, എവിടെയൊക്കെയാണ് കൊണ്ടുവന്നത്? ഒന്ന് ആസാം, ഒന്ന് ബംഗാൾ, ബീഹാർ, ഒറീസ. സെൻട്രൽ പ്രൊവിൻസസ്, ഓക്കെ, യുണൈറ്റഡ് പ്രൊവിൻസസ്, ബോംബെ, മദ്രാസ് ആൻഡ് പഞ്ചാബ്. അയാളല്ലേ പറഞ്ഞു 3 എണ്ണം. മക്കളെ ഞാൻ പറഞ്ഞു പ്രധാനമായിട്ട് എപ്പോഴും ഓർത്തു വയ്ക്കേണ്ടത് 3 എണ്ണമാണ്. ഒന്നിന്റെ പേര് ബംഗാൾ, ഒന്നിന്റെ പേര് ബോംബെ, ഒന്നിന്റെ പേര് മദ്രാസ്. കറക്റ്റ്. ഒരുപാട് പ്രവിശ്യ ഉണ്ട് കേട്ടോ. ഓക്കെ, അതില് 8 പ്രവിശ്യയിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ പരിപാടി കൊണ്ടുവന്നു. ഓക്കെ, ഏതിലൊക്കെ കൊണ്ടുവന്നത്? ഒന്ന് ആസാം പ്രവിശ്യ, ഒന്ന് ബംഗാൾ പ്രവിശ്യ, ബീഹാർ, ഒറീസ. സെൻട്രൽ പ്രൊവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മധ്യപ്രദേശ് ഒക്കെ ഉള്ള സ്ഥലം. യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യു പി ഒക്കെ ഉള്ള സ്ഥലം. പിന്നെ ബോംബെ, മദ്രാസ്, പഞ്ചാബ്. ഓക്കെ അല്ലെ? വുമണ് എന്ത് കൊടുത്തു? വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തു. അപ്പൊ 1919 തന്നെ വുമണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഒരു ക്യാച്ച് ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. ഒന്നെങ്കിൽ വുമന്റെ കയ്യിൽ എന്ത് വേണം? സ്വന്തമായി പ്രോപ്പർട്ടി വേണം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ വേണം. നിങ്ങൾ തന്നെ പറ, വർഷം 1919 ആണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വുമന്റെ കയ്യിൽ പ്രോപ്പർട്ടി കയ്യിലുള്ള വുമൺ എന്ന് പറയുന്നത് വളരെ കൂടുതൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നമ്പർ ആയിരിക്കുമോ? കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ, ഒരു ഡിഗ്രി എടുക്കാൻ പറ്റുന്ന വുമന്റെ എണ്ണം 1919 കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കുറവല്ലേ മക്കളെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ വളരെ കുറച്ച് വുമൺ ആണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. അപ്പൊ എന്തായാലും എന്താണ് ആക്ച്വലി ഒന്നും നടക്കാത്തതിനേക്കാൾ നല്ലത് കുറച്ച് കാര്യം നടക്കുന്നതല്ലേ. അപ്പൊ വുമൺ എന്ത് കിട്ടി? വോട്ട് ചെയ്യാനുള്ള റൈറ്റ് കിട്ടി, അവകാശം കിട്ടി, ഞാൻ സമ്മതിച്ചു. ഓക്കെ, പക്ഷേ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, അത് പ്രശ്നമാണ്. എന്നാലും തന്നില്ലേ? ഇനി അത് നമുക്ക് ഇൻക്രീസ് ചെയ്ത് വന്നാൽ പോരെ? അത് ബെറ്റർ അല്ലേ? മനസ്സിലാവണ്ട? ഓക്കെ അല്ലേ? ഡൺ. അപ്പൊ നമുക്ക് ഒരു PYQ ചെയ്താലോ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്ന്, the Montagu-Chelmsford reforms of 1919 recommended granting voting rights to all women above the age of 21. ഓക്കെ, എന്റെ ചോദ്യം, എല്ലാ വുമണ്ണും നമ്മൾ എന്താ പറയാ വോട്ടിംഗ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. വോട്ടിംഗ് റൈറ്റ്സ് കൊടുത്തത് ആർക്കാണ് ആക്ച്വലി? ഒന്നെങ്കിൽ അവരുടെ കയ്യിൽ പ്രോപ്പർട്ടി വേണം, അല്ലെങ്കിൽ എന്ത് വേണം? ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ വേണം. അപ്പൊ മോണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് 1919 എന്ത് ചെയ്തു? വുമണ് വോട്ടിംഗ് റൈറ്റ്സ് ഗ്രാൻഡ് ചെയ്തു, പക്ഷെ എല്ലാവർക്കും കൊടുത്തിട്ടില്ല. എബോവ് ദ ഓൾ വുമൺ റെക്കമെൻഡഡ് വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ വുമൺ എന്നുള്ളതാണ് പ്രശ്നമുള്ളത്. അവിടെ എങ്ങനെയാണ് അത് ശരിയാക്കേണ്ടത്? ആക്ച്വലി പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ശരിയാക്കണം. The Government of India Act of 1935 gave women reserved seats in the legislature. ഓക്കെ, അത് ശരിയാണ്. സാർ അത് പഠിച്ചിട്ടില്ല, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ആ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ നമുക്ക് ലെജിസ്ലേച്ചറിൽ വുമൺ നമ്മൾ എന്ത് കൊടുത്തു? അത് നിയമനിർമ്മാണ സഭയിൽ നമ്മൾ വുമൺ എന്ത് കൊടുത്തു? ആക്ച്വലി റിസർവ്ഡ് സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം ശരിയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ തെറ്റാനുള്ള കാര്യം നിങ്ങൾ മനസ്സിലായി, രണ്ടാമത്തെ ശരിയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എന്താണ്? ആക്ച്വലി ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ബഡ്ജറ്റ് റിജക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഗവർണർക്ക് എന്ത് ചെയ്യാം? അത് റീസ്റ്റോർ ചെയ്യാം. ഇത്രയും നേരം അറിഞ്ഞിരിക്കും വളരെ സിമ്പിളായ കാര്യമാണ്. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻസ് പറഞ്ഞു എന്താണ്? എഡ്യൂക്കേഷൻ അഗ്രികൾച്ചറിന് കൂടുതൽ പൈസ കൊടുക്കണം. ഡൺ. ഓക്കെ, ബ്രിട്ടീഷുകാർ പറഞ്ഞു എന്ത്? കൊടുക്കാൻ വകുപ്പില്ല, ഞങ്ങൾ കൊടുക്കൂല. ഓക്കെ, അപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യക്കാരെ കൂടി എന്ത് ചെയ്തു? ആക്ച്വലി അതിനെ റിജക്ട് ചെയ്തു. പക്ഷെ ഗവർണർ ഒറ്റയ്ക്ക് എന്ത് പറഞ്ഞ്? അതൊന്നും വിഷയമില്ല, ഞങ്ങൾ റിജക്ട് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്യും? റീസ്റ്റോർ ചെയ്യും. ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? കിട്ടിയാ? കിട്ടിയില്ലേ? കിട്ടിയില്ല. ഓക്കെ,
തരുന്ന പോലെ തന്നിട്ട് എന്ത് ചെയ്തു, എല്ലാം അങ്ങോട്ട് എടുത്ത്. അപ്പൊ ദേഷ്യം വരില്ലേ? വരും. ഓക്കെ. അപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യാൻ പറ്റും? ലെജിസ്ലേഷൻ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താ, നിയമനിർമ്മാണ സഭയ്ക്ക് നിയമത്തെ കുറിച്ച് പറയാവുന്നതാണ്. നിയമം ഉണ്ടാക്കാനല്ലേ നിയമനിർമ്മാണ സഭ, പാർലമെന്റ് ഉള്ളത്. ഓക്കെ. പക്ഷെ അവരുണ്ടാക്കുന്ന നിയമത്തിന് മുഴുവൻ ആരുടെ അപ്രൂവൽ വേണം? ഗവർണറുടെ അപ്രൂവൽ വേണം. ഗവർണർക്ക് വീറ്റോ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ ആ കാര്യങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം ബ്രിട്ടീഷുകാരാണ് എന്ത്, സെൻട്രൽ ആയിട്ടുള്ള കൺട്രോൾ. ഓക്കെ. വൈസ്രോയ്, സോറി, ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആണ്. പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് സിറ്റുവേഷൻ കഴിഞ്ഞു. ഇത് നമ്മൾ നോക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരം ഡൽഹിയിൽ വൈസ്രോയ് ഉണ്ട്, ബ്രിട്ടീഷിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ഓക്കെ അല്ലേ? എക്സിക്യൂട്ടീവ് കൗൺസിൽ ഏകദേശം എത്ര പേരുണ്ട് മക്കളെ? 14 പേരുണ്ട് ടോട്ടൽ. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഈ എന്താ പറയാ, എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇന്ത്യക്കാരെങ്കിലും ഉണ്ടാ? ഇല്ല. ഓക്കെ. അപ്പൊ അവർക്ക് ഇതെല്ലാം ബ്രിട്ടീഷുകാരനല്ലേ ചെയ്യാൻ പോണത്? അതെ. ഓക്കെ. അപ്പൊ അവരുടെ കയ്യിൽ എന്തുണ്ട്? ആക്ച്വലി 2 ലിസ്റ്റ് ഉണ്ട്. ഒന്നിന്റെ പേരാണ് സെൻട്രൽ ലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ലിസ്റ്റ്. സാർ ഇത് ഞങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആ ഭരണഘടനയിൽ 3 ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടാവില്ലേ? ഒന്ന് യൂണിയൻ ലിസ്റ്റ്, ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, എന്താണ് ആക്ച്വലി ഒന്നെന്താ കൺകറന്റ് ലിസ്റ്റ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ആക്ച്വലി? അതാത് ലിസ്റ്റുകൾ അവർക്ക് നിയമം ഉണ്ടാക്കാം എന്നല്ല അർത്ഥം. യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ലിസ്റ്റിൽ ആരെ നിയമം ഉണ്ടാക്കുക? ഡൽഹിയിലുള്ള യൂണിയൻ അല്ലെങ്കിൽ പാർലമെന്റ്. കറക്റ്റ് അല്ലേ? അപ്പൊ സെൻട്രൽ ലിസ്റ്റിന്റെ ആര് നിയമം ഉണ്ടാക്കും? 1919 ഡൽഹിയിലുള്ള വൈസ്രോയും വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും. ഓക്കെ അല്ലേ? അപ്പൊ പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ പറഞ്ഞാൽ ആര് നിയമം ഉണ്ടാക്കും? പ്രവിശ്യകളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, അവർ നിയമം ഉണ്ടാക്കുന്നതായിരിക്കും. കറക്റ്റ് അല്ലേ? അതെ. ഗവർണർ ജനറൽ അല്ലെങ്കിൽ എന്താണ്? വൈസ്രോയ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഗവർണർ ജനറൽ എന്ത് പറ്റും? റിസർവ്ഡ് സബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ ബഡ്ജറ്റ് കട്ട് എന്ത് ചെയ്യാന്നാണ്? റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ബില്ലിന് റിജക്ട് ചെയ്യാനോ അപ്രൂവൽ ചെയ്യാനോ പറ്റും. ഓർഡിനൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മൊത്തം അധികാരം ആരുടെ കയ്യിലാണ്? ആ വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ ജനറലിന്റെ കയ്യിലാണ്. ഒരു കൗൺസിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, സമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ആ കൗൺസിൽ ആലോചിച്ചിരുന്നിട്ട് എന്ത് ചെയ്തു? ആക്ച്വലി ബഡ്ജറ്റിൽ ഉണ്ടാക്കി അതിനെ കട്ട് ചെയ്യാൻ ആർക്ക് അവകാശമുണ്ട്? വൈസ്രോയ്ക്ക് അവകാശമുണ്ട്. ആ കൗൺസിൽ ആലോചിച്ച് രാത്രി മുഴുവൻ ഉറക്കവെച്ചിട്ട് എന്ത് ചെയ്തു? ബില്ല് ഉണ്ടാക്കി നിയമം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച്. വൈസ്രോയ് എന്ത് പറഞ്ഞു? നടക്കൂല മോനെ, നടക്കൂല, ഞാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ഓർഡിനൻസ് കൊണ്ടുവരും. അപ്പൊ ഇന്ത്യയുടെ ടോട്ടൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ്, ഒരേ ഒരു വ്യക്തിയിലാണ്. ഓക്കെ അല്ലെ? ഒറ്റ വ്യക്തി, സിംഗിൾ ഹാൻഡഡ് ആണ്. അപ്പൊ നമ്മുടെ തമിഴ് തെലുഗു സിനിമകൾ പോലെയാണ് എന്താ ആക്ച്വലി? ഒറ്റ ഹീറോ, ബാക്കി എല്ലാവരും എന്ത്? ഹീറോ പറയുന്നത് കേൾക്കുക. ആ ഹീറോയുടെ പേരെന്താ? വൈസ്രോയ് ആണ്. ആ വൈസ്രോയിനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഹീറോനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ അല്ലെ? അതാരാ? ഹീറോയുടെ അച്ഛൻ. ആരാണ് ഹീറോയുടെ അച്ഛൻ? ഹീറോയുടെ അച്ഛനാണ് ആര്? നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഡണ്ണാണല്ലോ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ വൈസ്രോയുടെ സെൻട്രൽ പവർ. ഓക്കെ. അപ്പൊ വൈസ്രോയുടെ സെൻട്രൽ പവറിൽ എത്ര പേരുണ്ട്? 8 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ. അതില് 3 ഇന്ത്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അവരെന്തായിരിക്കും? ഒരു സെറിമോണിയൽ റോൾ ആയിരിക്കും. സെറിമോണിയൽ റോൾ എന്ന് പറഞ്ഞാൽ വെറുതെ പേരിന് വെച്ചായിരിക്കും, അവരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ. നമ്മൾ പറയുകയാണെങ്കിൽ ഈ ബനാറസിലെ രാജാവ്, പട്ടിയാലയിലെ രാജാവ്, അങ്ങനെയൊക്കെ കുറെ പേരുണ്ട്. അവരെ ചുമ്മാ അവിടെ വെച്ചായിരിക്കും. ഓക്കെ. അങ്ങനെയുള്ളവരാണ് അവിടെ ഉണ്ടാവുക. ഡിഫൻസ്, ഫോറിൻ പോളിസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 3 കാര്യങ്ങൾ. ഒന്ന് പ്രതിരോധം, രണ്ടെന്താണ് ആക്ച്വലി വിദേശകാര്യം, മൂന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ. ഈ 3 കാര്യങ്ങൾ ആരുടെ കൺട്രോളിലായിരിക്കും? വൈസ്രോയുടെ കൺട്രോളിലായിരിക്കും. ഓക്കെ. ഫുൾ ടു ഫുൾ അവരുടെ കൺട്രോളിലായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ല? അതെ. ഇങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിൽ നമ്മൾ ആരെ നോക്കി? എക്സിക്യൂട്ടീവ് പവേഴ്സ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിയമനിർമ്മാണ സഭ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിൽ ആരുണ്ട്? നിയമനിർമ്മാണ സഭയുണ്ട്. പാർലമെന്റ് പോലുള്ള സിസ്റ്റം ഉണ്ട്. ഓക്കെ. അവിടെ നമുക്ക് അപ്പർ ഹൗസ് ഉണ്ട്. അവിടെ എത്ര പേരുണ്ട്? ഈ 60 പേരുണ്ട്. ഓക്കെ അല്ലേ? ആ 60 പേരിൽ 26 പേരെന്താണ്? ബ്രിട്ടീഷുകാർ നോമിനേറ്റ് ചെയ്യുന്നതാണ്. 34 പേരെന്താണ്? ആക്ച്വലി പ്രൊവിൻസ് നിന്ന് വന്നവരാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പാർലമെന്റിൽ പോകണമെന്ന് വിചാരിക്കുക. അപ്പൊ പാർലമെന്റിൽ അപ്പർ ഹൗസ് ഉണ്ട്. ഇന്നത്തെ അപ്പർ ഹൗസിന്റെ പേരെന്താ? രാജ്യസഭ. ഓക്കെ അല്ലേ? അപ്പോ അന്നത്തെ അപ്പർ ഹൗസിന്റെ പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് പറഞ്ഞാൽ എന്താ? രാജ്യസഭ പറയാൻ പോണത്. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ എത്ര പേരുണ്ട്? 60 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ എത്ര പേരാ നോമിനേറ്റഡ്? 26 പേര് നോമിനേറ്റഡ് ആണ്. ഓക്കെ. ആരെ നോമിനേറ്റ് ചെയ്യാൻ പോണത്? ബ്രിട്ടീഷ് ഗവൺമെന്റ്. 34 പേരെന്താണ്? പ്രൊവിൻസ് നിന്ന് വന്നവരാണ്. ഓക്കെ അല്ലേ? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്ര പേരുണ്ട്? 145 പേരുണ്ട്. ഇന്നത്തെ ലോകസഭയ്ക്ക് ഈക്വൽ. ഓക്കെ അല്ലേ? അതിൽ 104 പേരെന്താ? ഇലക്ടഡ് ആണ്. 41 പേരെന്താ? നോമിനേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഡൗട്ട്, സാർ ഇലക്ഷൻ ഒക്കെ നടന്നാ? ഓക്കെ, ഞങ്ങൾ അറിഞ്ഞില്ലല്ല.
അതായത് ഒന്നെങ്കിൽ എന്തായിരിക്കണം, ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടാവണം. അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, കയ്യിൽ സ്ഥലം ഉണ്ടാ, ടാക്സ് കൊടുക്കണമെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ തന്നെ പറ, 1919 ഇന്ത്യയിൽ എത്ര പേരെടുത്ത് സ്ഥലം ഉണ്ടാവും? ഓക്കെ അല്ലേ, വളരെ കുറച്ച് പേരിലുണ്ടാവുള്ളൂ. കുറെ ജമീന്ദാർമാരുണ്ടാവും, കുറെ പണക്കാരായ ആളുകളുണ്ടാവും, കുറെ എന്താണ് ആക്ച്വലി രാജാക്കന്മാരുണ്ടാവും. ഇവരൊക്കെ അല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഫൈൻ. ലെജിസ്ലേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഓക്കെ അല്ലേ, പ്രമേയങ്ങൾ കൊണ്ടുവരാൻ പറ്റും, മോഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, ബഡ്ജറ്റിന്റെ ഒരു പാർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ 75% എന്താണ്? അൺവോട്ടഡ് ആണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കും, എവിടെ? സെൻട്രൽ ഗവൺമെന്റിൽ. അപ്പൊ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൂടെ ഇന്ത്യക്കാരൊക്കെ ഇല്ലേ? പ്രവിശ്യന്ന് കുറെ ഇന്ത്യക്കാരോടെ കൊണ്ടുവന്നുണ്ടല്ലോ. എത്ര പേരുണ്ട്? അപ്പർ ഹൗസ് ആണെങ്കിൽ ഒരു 34 പേര് പ്രൊവിൻഷ്യൽ ലെജിസ്ലേഷന് വരുന്നവരുണ്ട്. അതിൽ കുറച്ച് ഇന്ത്യക്കാരുണ്ടാവില്ലേ? ഓക്കെ അല്ലേ, 145 പേരുണ്ട്, 104 ഇലക്ടർ ആണ്, 41 നോമിനേറ്റർ ആണ്. അതിൽ കുറച്ച് ഇന്ത്യക്കാരുണ്ടാവില്ലേ? കറക്റ്റ്. ഓക്കെ അല്ലേ, അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യണമല്ലോ, അവർക്ക് ചോദ്യം ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ, അഡ്ജോൺമെന്റ് മോഷൻ കൊണ്ടുവരാം. എന്താ പറഞ്ഞാൽ ഈ കാര്യം ശരിയല്ല പറഞ്ഞിട്ട് പ്രമേയങ്ങൾ കൊണ്ടുവരാം, കുഴപ്പമില്ല. ഓക്കെ, ബഡ്ജറ്റിൽ വോട്ട് ചെയ്യാം. പക്ഷെ 75% എന്ത് ചെയ്യാൻ പറ്റില്ല? വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബഡ്ജറ്റിന്റെ 75% എന്താണ്? അൺവോട്ടഡ് ആണ്. ബാക്കി 25% എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. ഇനി അങ്ങനെ എങ്ങാനും വോട്ട് ചെയ്തു വേണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആര് പറയും? വൈസ്രോയ് പറയും നടക്കൂല, എന്റെ ഇഷ്ടം, കഴിഞ്ഞു. ഓക്കെ അല്ലേ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ എന്താണ്? മെയിൽ മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യസഭയാണ്. ഓക്കെ അല്ലേ, അപ്പൊ ഈ രാജ്യസഭ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 1919 പ്രകാരം ഉണ്ടാക്കിയ കൗൺസിൽ ഓഫ് സ്റ്റേറ്റില് അപ്പർ ഹൗസില് മെയിൽസ് മാത്രമേ ഉള്ളൂ, ഫീമെയിൽസ് ഇല്ല ട്ടാ. ഓക്കെ അല്ലേ, ഫീമെയിൽ ഉള്ളത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ മെയിൽസ് മാത്രമേ ഉള്ളൂ. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക്. ഓക്കെ, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക്. ക്ലിയർ അല്ലേ? അപ്പൊ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക്. അവിടെ ഏത് മെമ്പർ മാത്രമേ ഉള്ളൂ? മെയിൽസ് മാത്രമേ ഉള്ളൂ, ഫീമെയിൽസ് ഇല്ല. ഓക്കെ അല്ലേ. ലെജിസ്ലേറ്റീവ് അസംബ്ലി, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ സാലറി. അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ സാലറി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഓക്കെ അല്ലേ. അപ്പോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ സാലറി എന്ത് പറഞ്ഞു? ആക്ച്വലി ഓക്കെ അല്ലേ, ബ്രിട്ടീഷ് എക്സ്ചക്കറിന് കൊടുക്കാന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് എക്സ്ചക്കറിന് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷിന്റെ ഖജനാവെന്ന് കൊടുക്കാന്ന് പറഞ്ഞു. അതായത് ബ്രിട്ടന്റെ മന്ത്രിയാണ്, ബ്രിട്ടൻ എന്ത് ചെയ്യും? സാലറി കൊടുക്കും. സാർ ഇതെന്ത് ഇത്ര വലിയ സംഭവം ഉള്ളത്? ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ എന്റെ മക്കളെ. വൈസ്രോയുടെ സാലറി എവിടെ നിന്നാണ് കൊടുക്കുന്നത്? വൈസ്രോ ആർക്ക് വേണ്ട പണിയെടുക്കുന്നത്? ബ്രിട്ടന് വേണ്ടിയിട്ട്. സാലറി എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഇന്ത്യക്കാരാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ 1919 വരെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ സാലറി ആരാ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യക്കാരാണ്. ഇയാൾ ഇന്ത്യക്ക് വേണ്ട പണിയെടുക്കുന്നത് അല്ല. ഇവിടെയുള്ള എല്ലാ ബ്രിട്ടീഷ് ഓഫീസർമാരും ഇന്ത്യക്ക് വേണ്ട പണിയെടുക്കുന്നത് അല്ല. ഓക്കെ, അവർ എന്തിനാ പണിയെടുക്കുന്നത്? ബ്രിട്ടനെ നന്നാക്കാൻ വേണ്ടിയിട്ട്. സാലറി ആരാ കൊടുക്കുന്നത്? ഇന്ത്യക്കാർ കഷ്ടപ്പെട്ടിട്ട് എന്താണ് അഗ്രികൾച്ചർ ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്തിട്ട് നടുപൊടിഞ്ഞു കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് പൈസ കൊടുക്കുന്നത്. ആ ടാക്സ് നമുക്കല്ലേ വേണ്ടത്? ആ ടാക്സ് ആരാ എടുത്തുകൊണ്ട് പോകുന്നത്? ബ്രിട്ടീഷുകാർ എടുത്തുകൊണ്ട് പോകണു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്രിട്ടനെ നന്നാക്കുന്നു. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന പൈസയെ ചോർത്തിക്കൊണ്ടു പോകുന്നു. ഈ ചോർത്തിക്കൊണ്ടു പോകുന്ന സിദ്ധാന്തത്തിന്റെ പേരാണ് എന്ത്? ചോർച്ചാ സിദ്ധാന്തം. ഉണ്ടാക്കിയ ആളുടെ പേരെന്താ? ദാദാഭായ് നവറോജി. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാദാഭായ് നവറോജിയൊക്കെ ഇത്രയും കാലം പറഞ്ഞതുകൊണ്ട് തൽക്കാലത്തേക്ക് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ സാലറി നമുക്ക് എവിടെ നിന്ന് കൊടുക്കുക? ബ്രിട്ടീഷുകാരുടെ ഖജനാവെന്ന് കൊടുക്കുക. അല്ലാതെ എവിടെ നിന്ന് കൊടുക്കണ്ട? ഇന്ത്യക്കാരുടെ നിന്ന് കൊടുക്കണ്ട. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉണ്ടാക്കി. ആരുടെ പ്രവർത്തനം കൊണ്ട്? ദാദാഭായ് നവറോജിയെ പോലുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ട്. ഓക്കെ, ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒരു ഹൈ കമ്മീഷൻ ഉണ്ടാക്കി. എവിടെ? ലണ്ടനിൽ. അപ്പൊ ഹൈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യക്തി ലണ്ടനിൽ പോയിരിക്കും. ലണ്ടനിൽ പോയിരുന്നിട്ട് അവിടെയുള്ള ആളുകളോട് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളും ഇന്ത്യക്കാരുടെ പ്രോബ്ലംസും അതിനുള്ള സൊല്യൂഷൻസും ഒക്കെ എന്ത് ചെയ്യും? പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? 3 പേരുണ്ട് കേട്ടോ. ഇപ്പോ സെൻട്രലിൽ, അതായത് ഡൽഹിയിൽ പ്രധാനമായിട്ട് 3 പേരുണ്ട്. ഓക്കെ, ഒരാളുടെ പേര് വൈസ്രോയ്. വൈസ്രോയ് എവിടെ ഇരിക്കുക? ഡൽഹിയിൽ തന്നെയാണ്. ഈ പുള്ളിയുടെ കയ്യിലാണ് എല്ലാ കൺട്രോളും. ഓക്കെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എവിടെ ഇരിക്കുക? ലണ്ടനിലാണ്. ഹൈ കമ്മീഷണർ എവിടെ ഇരിക്കുക? അതും ലണ്ടനിലാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പണി എന്താ? ഇന്ത്യയിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ബ്രിട്ടീഷുകാർക്ക് നന്നായി പൈസ കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഹൈ കമ്മീഷണർ പണി എന്താ? ഈ പുള്ളി ഇരിക്കുന്നത് ലണ്ടനിലാണ്. എന്നിട്ട് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എവിടെ പറയാ? ലണ്ടനിൽ പറയാ, ബ്രിട്ടനിൽ പറയാ.
ഓക്കെ, അപ്പൊ രണ്ടുപേരും നമ്മളുടെ ഡിഫറൻസ് മനസ്സിലായോ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അതേപോലെ വൈസ്രോയും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ അല്ലേ? അതെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ക്ലിയർ? അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒരു PYQ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആറ്റ് 1919? ഓക്കെ, ഒന്ന്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയറാർക്കി ഇൻ ദ എക്സിക്യൂട്ടീവ് ഗവൺമെന്റ് ഓഫ് ദ പ്രൊവിൻസസ്. ഓക്കെ, ഉണ്ടല്ലോ. ഓക്കെ, ഡയറാർക്കി എന്താ നമ്മൾ എക്സിക്യൂട്ടീവ് ഗവൺമെന്റ് പ്രൊവിൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, പ്രൊവിൻസിലല്ല കൊണ്ടുവന്നത്? അതെ, ഡയറാർക്കി. ഇൻട്രൊഡക്ഷൻ ഓഫ് സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രോഡ് ഫോർ മുസ്ലിംസ്. അപ്പൊ മുസ്ലിംസ് നമ്മൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രേറ്റ്, അതായത് ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ, ആ ഇലക്ഷൻ നമ്മൾ എന്ത് പറഞ്ഞു? ആക്ച്വലി മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ട് വോട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ 1919 എവിടെയെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടാ? ഇല്ല. ഇതുവരെയും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, നമ്പർ 3, ഡിവല്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അതോറിറ്റി ബൈ ദ സെൻട്രൽ ടു ദ പ്രൊവിൻസസ്. ഓക്കെ, സെന്ററിന്ന് കുറെ പവർ നമ്മൾ എവിടേക്ക് കൊടുത്തു? പ്രവിശ്യകൾ കൊടുത്തു. ഓക്കെ, നമ്മളിങ്ങനെ കൊടുത്തില്ലേ? കൊടുത്തു. അതെങ്ങനെയാ കൊടുത്തത്? 2 ലിസ്റ്റ് ഉണ്ടാക്കിയില്ലേ? ഒരു ലിസ്റ്റിന്റെ പേരെന്താ? സെൻട്രൽ ലിസ്റ്റ്. ഒരു ലിസ്റ്റിന്റെ പേരെന്താ? പ്രൊവിൻഷ്യൽ ലിസ്റ്റ്. അപ്പൊ പ്രൊവിൻഷ്യൽ ലിസ്റ്റുള്ള കാര്യങ്ങളിൽ പ്രവിശ്യകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് സെന്ററിന്റെ കുറച്ച് പവർ കൊടുത്താലല്ലേ പറ്റുള്ളൂ, അല്ലാതെ പുതുതായിട്ട് പവർ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ സർ, മനസ്സിലായില്ലെങ്കിൽ മോനെ ആകെ 10 കാര്യം ഉണ്ട് വിചാരിക്കും. ഓക്കെ, ആ 10 കാര്യത്തിൽ നിന്ന് 5 കാര്യം ഒരു സെന്റർ കൊടുത്താലല്ലേ സ്റ്റേറ്റിന് അല്ലെങ്കിൽ പ്രൊവിൻസിന് പവർ കിട്ടുള്ളൂ. അപ്പൊ സെന്ററിന്റെ പവർ ഡെവല്യൂഷൻ ചെയ്താലല്ലേ ഓക്കെ അല്ലേ ഈ പവർ കിട്ടാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പൊ ഡിവല്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അതോറിറ്റി ബൈ ദ സെന്റർ ടു ദ പ്രൊവിൻസസ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലേ? ഓക്കെ, അപ്പൊ 1ഉം 3ഉം എന്താ? ശരിയാണ്. 1ഉം 3ഉം ശരിയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ടിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയറാർക്കി റെഫേഴ്സ് ടു division of central legislatures into 2 houses. Okay, B, introduction of double government in central and state government. Okay, C, having 2 set of rulers, one in London and another in Delhi. D, division of subject delegated to provinces into 2 categories. Okay, ഇതിൽ നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിവിഷൻ ഓഫ് സെൻട്രൽ ലെജിസ്ലേച്ചർ ഇൻടു 2 ഹൗസസ്. സെൻട്രൽ ലെജിസ്ലേഷൻ എന്ത് ചെയ്തു? 2 ഹൗസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഫൈൻ. ഇൻട്രൊഡക്ഷൻ ഓഫ് ഡബിൾ ഗവൺമെന്റ്, ദാറ്റ് ഈസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, സെൻട്രൽ അല്ലെങ്കിൽ പ്രൊവിൻസ് ഗവൺമെന്റ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഹാവിംഗ് 2 സെറ്റ് ഓഫ് റൂളേഴ്സ്, വൺ ഇൻ ലണ്ടൻ ആൻഡ് അനദർ ഇൻ ഡൽഹി. ഓക്കെ, ലണ്ടനിൽ ഇരുന്ന് ഭരിക്കുന്ന ആളുടെ പേരെന്താ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഡൽഹിയിൽ നിന്ന് ഭരിക്കുന്ന ആളുടെ പേരെന്താ? വൈസ്രോയ്. ഓക്കെ, ഇത് ഞാൻ എപ്പോ കൊണ്ടുവന്ന പറഞ്ഞത്? 1858 ആക്ട് പ്രകാരം കൊണ്ടുവന്നാണ്. കറക്റ്റ്. ബി, ഡബിൾ ഗവൺമെന്റ്, സെൻട്രലിലും സ്റ്റേറ്റ് ഗവൺമെന്റും എന്താ? പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കുക പ്രവിശ്യകളിൽ. അത് ഉണ്ടാക്കാൻ വേണ്ടി ഏത് ആക്ട് നമ്മൾ കൊണ്ടുവന്ന് പറഞ്ഞത്? 1858 കൊണ്ടുവന്നത്. അപ്പൊ ഓപ്ഷൻ ബി 1858 ആക്ട് പ്രകാരം കൊണ്ടുവന്നിരിക്കുന്നത്. ഓപ്ഷൻ സിയും 1858 ആക്ട് പ്രകാരം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ്. ഡിവിഷൻ ഓഫ് സെൻട്രൽ ലെജിസ്ലേറ്റേഴ്സ് ഇൻടു 2 ഹൗസസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ 2 ഹൗസസ് നമുക്ക് നേരത്തെ ഉണ്ട്. ഓക്കെ, പക്ഷെ അതില് ഈ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം എന്താണ്? ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ ആര് കൊടുക്കണം? ലെജിസ്ലേറ്റീവ് കൗൺസിലിന് കൊടുക്കണം. ഓക്കെ, ആ കാര്യമാണ് മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ശരിയായിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഡിവിഷൻ ഓഫ് ദ സബ്ജക്ട് ഡെലിഗേറ്റഡ് ടു ദ പ്രൊവിൻസസ് ഇൻടു 2 കാറ്റഗറീസ്. അപ്പൊ പ്രൊവിൻസസിലെ ഡിവിഷൻ എന്ത് ചെയ്തു? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നിന്റെ പേരെന്താ? ട്രാൻസ്ഫർ സബ്ജക്ട്. ഒന്നിന്റെ പേരെന്താണ് ആക്ച്വലി? ഓക്കെ, ഒന്നിന്റെ പേരെന്താ? റിസർവ് സബ്ജക്ട്. അങ്ങനെ പറഞ്ഞ് ഡിവിഷൻ ചെയ്തു. ഓക്കെ അല്ലേ? ഇതല്ലേ ഈ ആക്ടിൽ പ്രധാനപ്പെട്ട കാര്യം. സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ സബ്ജക്ട് എന്താ, റിസർവ് സബ്ജക്ട് എന്താ, ആരൊക്കെ എന്തൊക്കെ ചെയ്യും, ഇങ്ങനെയല്ലേ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കൺസെപ്റ്റ് കിട്ടുന്നുണ്ടാ? ഓക്കെ. When the Congress leaders condemned the Montagu-Chelmsford report, many moderate left the party to form the. Okay, അതായത് മോണ്ടേഗു ചെംസ്ഫോർഡിനെ നമ്മൾ എതിർക്കുമല്ലോ, ഉറപ്പായിട്ട് എതിർക്കണമല്ലോ. കിട്ടിയാ ചോദിച്ചാൽ കിട്ടി, തന്നില്ലേ ചോദിച്ചാൽ എന്തില്ല, തന്നിട്ടില്ല. ഇതല്ലേ സിറ്റുവേഷൻ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കുറെ പേര് എന്ത് ചെയ്യും? നമ്മുടെ മോഡറേറ്റ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യും? വിട്ടുപോകും. അതെന്താ?
ഇങ്ങനെയൊക്കെ തന്നിട്ട് എന്താ കാര്യമുള്ളത്? ഓക്കെ, ഇങ്ങനെ തന്നിട്ട് കാര്യമില്ല. അങ്ങനെ നമുക്ക് എന്ത് വേണം? യഥാർത്ഥത്തിലുള്ള അധികാരം വേണം. അതല്ലേ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് പറഞ്ഞത്? അതെവിടെ എന്ന് ചോദിച്ചിട്ട് കോൺഗ്രസിൽ തന്നെയുള്ള മോഡറേറ്റ്സ്, അതായത് മിതവാദികൾ, എക്സ്ട്രീമിസ്റ്റ് അല്ലാട്ട, തീവ്രവാദി അല്ലാട്ട, കോൺഗ്രസ് തന്നെയുള്ള മിതവാദികൾ എന്തൊക്കെ ചെയ്തു? ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്തു? ആക്ച്വലി കോൺഗ്രസ് ഒന്ന് വിട്ടുപോയതിനു ശേഷം അവരെന്ത് പറഞ്ഞ്, ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ പാർട്ടിയുടെ പേരെന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എ സ്വരാജ് പാർട്ടി, ബി ഇന്ത്യൻ ഫ്രീഡം പാർട്ടി, സി ഇൻഡിപെൻഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഡി ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ. ഇതിൽ ഏതാണ് ഉണ്ടാക്കി എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് എന്ത്? ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ. അതാരാ ഉണ്ടാക്കിയത്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. അപ്പൊ സുരേന്ദ്രനാഥ ബാനർജി ആരായിരുന്നു? ഒരു മോഡറേറ്റ് ആയിരുന്നു, ഒരു മിതവാദി ആയിരുന്നു. കറക്റ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരെ കൂട്ടിയിട്ട് ഈ മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ആക്ടിന്റെ പേരാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്തുകൊണ്ടെന്ന് നോക്കാൻ പോണത്. അവിടെയാണ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ വന്നിരിക്കുന്ന ആർക്ക്? മുസ്ലിംസിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസിന് സെപ്പറേറ്റ് ആയി വോട്ട് ചെയ്യാം. മുസ്ലിംസ് വോട്ട് ചെയ്യാൻ പോകുന്നത് മുസ്ലിംസ് തന്നെ ആയിരിക്കും. ഓക്കെ അല്ല, മുസ്ലിം തന്നെയാണ് ജയിക്കാൻ പോവുക. ഓക്കെ, മുസ്ലിംസ് ആർക്കാ വോട്ട് ചെയ്യുക? മുസ്ലിം തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ മുസ്ലിം ജയിക്കും, മുസ്ലിം തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക. ഓ ശരി, ഓക്കെ അല്ലേ സാർ? അപ്പോ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷനിൽ വ്യത്യാസം ഉണ്ട്. ഓക്കെ, ഇൻകം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മുസ്ലിം വോട്ടർക്ക് ഹിന്ദു വോട്ടറിനെക്കാളും ലോവർ ആണ്. അപ്പൊ ഹിന്ദു വോട്ടറിന് എന്തുണ്ട്? ഇൻകം ക്വാളിഫിക്കേഷൻ. അവിടെ വരുമാനം ഒരു 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുന്നു. ഒരു മുസ്ലിം വോട്ടർ ആണെങ്കിൽ അവിടെ വരുമാനം ഒരു 3 ലക്ഷം രൂപ മതി. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ടുപേർക്കും ഡിഫറൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏത്? 1909 ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പേരാണ് മിന്റോ മോർലി റിഫോം എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ജോൺ മോർലി ആരാ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പൊ മിന്റോ ആരാ? വൈസ്രോയ് ഓഫ് ഇന്ത്യ ആണ്. ഇനി നിങ്ങൾക്ക് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്, വൈസ്രോയ് ഓഫ് ഇന്ത്യ ആരാണ്, എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും. എന്നാലും ലോർഡ് മിന്റോനെയാണ് നമ്മൾ എന്ത് പറയാ? ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രോഡ് എന്ന് പറയാ. എന്തുകൊണ്ടാണ്? അതിൽ മോർലി ഇല്ലേ? ഉണ്ട്. പക്ഷെ മോർലി എവിടെയാ മക്കളെ? ലണ്ടനിലാണ്. ഇവിടെയുള്ള എല്ലാ കൺട്രോൾ ആരുടെ കയ്യിലാണ് മക്കളെ? വൈസ്രോയുടെ ആണ്. അപ്പൊ ഇന്ത്യയിലല്ലേ കമ്മ്യൂണൽ ഇലക്ട്രോട്ട് കൊണ്ടുവന്നത്? കമ്മ്യൂണൽ ഇലക്ട്രോട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആക്ച്വലി മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു? വോട്ട് ചെയ്യുന്നു. അപ്പൊ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാൻ പോയാൽ ജയിക്കാൻ പോണത് ആരായിരിക്കും? ഒരു മുസ്ലിം തന്നെ ആയിരിക്കും. അപ്പൊ മതത്തിന്റെ പേരിൽ എന്ത് ചെയ്തു? ആക്ച്വലി വോട്ടർമാരെ ഡിവൈഡ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അല്ല. അതുകൊണ്ട് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരെ നമ്മൾ പറയാൻ പോണത്? ലോർഡ് മിന്റോ ആണ്. പക്ഷെ റിഫോമിന്റെ പേരെന്താ? മിന്റോ മോർലി റിഫോം. കൊണ്ടുവന്ന ആക്ടിന്റെ പേരെന്താ? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെയാണ്. ക്ലിയർ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഷോർട്ട് ലീവ്ഡ് ഓഫ് ഓൾ ദ ബ്രിട്ടൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെരിമെന്റ്സ് ഇൻ ഇന്ത്യ വാസ്. അതായത് ഏറ്റവും കുറച്ചു കാലം ഉണ്ടായിരുന്ന ആക്ട് ഏതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതിൽ ഏറ്റവും കുറച്ചു കാലം നിലനിന്ന ആക്ട് ഏതാന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അത് നിങ്ങൾ എപ്പോഴും ടൈപ്പ് ചെയ്യേണ്ട ഏതാണ്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ആണ്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്തു? അടുത്ത ആക്ട് വന്നു. 1909 എന്ത് ചെയ്തു? ആക്ട് വന്നു. എന്തുകൊണ്ടാ പെട്ടെന്ന് വരാനുള്ള കാരണം? പ്രധാനപ്പെട്ട കാരണം എന്താ? വേൾഡ് വാർ 1 കഴിഞ്ഞു. അതിനുശേഷം അവർക്ക് എന്ത് ചെയ്യണം? ഒരു ആക്ട് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി കൊണ്ടുവന്ന ആക്ട് ആണ്. അപ്പൊ ഏറ്റവും കുറച്ചു കാലം ഉണ്ടായിരുന്ന ആക്ട് ഏതായിരുന്നു? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ആണ്. ക്ലിയർ അല്ലേ? അതെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഓക്കെ, ഡണ്ണാണല്ലോ? അതെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇതോടെ നമ്മൾ എന്ത് ചെയ്തു? ആക്ച്വലി നമ്മുടെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നന്നായിട്ട് കാര്യങ്ങൾ കൺസെപ്റ്റായിട്ട് മനസ്സിലാക്കുക.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.